മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ പിള്ള എന്ന കവിത നോക്കാം. സഫ്ദർ ഹാഷ്മിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നീദോ കാദ പിള്ള ഏക്, ബദൻ പേ ഉസ്കെ രുയേം അനേക്, ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്, ബൂരി ധാടി കാലി മൂഞ്ച്, मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. അത്രയാണ് നമ്മുടെ കവിതയുള്ളത്. നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. നീതു, ഈ പാഠത്തിലുള്ള കുട്ടിയുടെ പേരാണ് നീതു അല്ലേ. നീതു കാത പിള്ള. പിള്ള എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ്, പട്ടിക്കുഞ്ഞിനെയാണ് പിള്ള എന്ന് പറയുന്നത്. കണ്ടോ, നീതുവിന് ആരുണ്ടായിരുന്നു? നീതു കാത പിള്ള ഏക്, നീതുക്ക ഏക്ക് പിള്ള ദ, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയേം അനേക്, ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം, പേ പറഞ്ഞാൽ പർ, ബദൻ പർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ, ഉസ്കെ അവൻ്റെ, ഉസ്കെ അവൻ്റെ, രുയേം രോമങ്ങൾ, അനേക് അനേകം. അപ്പം എന്താണ്? ഉസ്കെ ബദൻ പർ, അവൻ്റെ ശരീരത്തിൽ, അനേക് രുയേം ഹേ, അവൻ്റെ ശരീരത്തിൽ എന്തുണ്ടായിരുന്നു? അനേക് രുയേം, അനേകം രോമങ്ങൾ ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ അനേകം രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്, ചോട്ടി പറഞ്ഞാൽ ചെറിയ, ചോട്ടി ചെറിയ, ടാങ്കേം എന്ന് പറഞ്ഞാൽ കാലുകൾ, ചെറിയ കാലുകൾ, ലംബി നീണ്ട നീളമുള്ള, പൂഞ്ച് വാല്. അപ്പം എന്താണ്? ചെറിയ കാലുകളും നീണ്ട വാലും. ചെറിയ കാലാണുള്ളത്, നീണ്ട വാലാണ് ഉള്ളത്. ബൂരി താടി കാലി മൂഞ്ച്, ബൂരി താടി, ബൂരി താടി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള താടി, തവിട്ട് നിറത്തിലുള്ള താടിയും, കാലി മൂഞ്ച് കറുത്ത മീശയും, കാലി മൂഞ്ച് കറുത്ത മീശ. മക്കി സേ, മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച, മക്കി ഈച്ച, മക്കി സേ എന്ന് പറഞ്ഞാൽ ഈച്ചയോട്, ഈച്ചയോട്, വഹുലെടുത്താതാ അവൻ പൊരുതുമായിരുന്നു, ഈച്ചയോട് അവൻ പൊരുതുമായിരുന്നു. ഗഡേ ഗഡേ, ഗഡേ പറഞ്ഞാൽ നിൽക്കുക, ഗഡേ ഗഡേ ഗിർ പടുത്താത നിൽക്കുമ്പോൾ വീഴുമായിരുന്നു. അത്രയാണ് നമ്മുടെ പിള്ള എന്ന കവിതയുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.